ഇവിടുത്തെ ക്യാച്ചസ് ഞാൻ ഈ ഒരു ബൈക്കിനെ വിളിക്കുന്നൊരു പേരുണ്ട്, അതായത് ഇതിൻ്റെ 2 ബൈക്ക് സിസ്റ്റേഴ്സിനെയും വിളിക്കുന്നൊരു പേരുണ്ട്, വേർട്ടിക്കൽ സിസ്റ്റേഴ്സ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈക്ക് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എക്സ്ഷോറൂം എന്ന് പറയുന്നത് 15 to 16 lakh എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ റോഡ് വരുന്ന സമയത്ത് 20 lakh വരെ ആയിരിക്കും. പണ്ടൊരിക്കൽ ഒരു ട്വിൻ സിസ്റ്റേഴ്സിൻ്റെ ഒരു ചെറിയ വണ്ടി ഓടിച്ചൊരു സമയത്ത് എനിക്ക് ആ വണ്ടി അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് കുറച്ച് ഹെവി ആയിരുന്നു, അത് ടോളറായിരുന്നു, എനിക്ക് അത് അത്ര ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മെനൂർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ദെൻ വൺ ഫൈൻ ഡേ ഒരാൾ എന്നെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് അതിൻ്റെ വലിയ എൽഡർ സിബ്ലിംഗ് ഓടിപ്പിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഇറ്റ് ഹാസ് നോ റെഫറൻസ് ടു ദ ബിഗർ സിസ്റ്റർ. ആൻഡ് ടുഡേ വി ഹാവ് Kawasaki versus 1000, one of the most rarest motorcycle, the super bike in India. What's up YouTube? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈക്ക് എന്ന് പറയുന്നത് കവാസാക്കിയുടെ വേഴ്സസ് 1000 ആണ്. ഇന്നല്ല, ആക്ച്വലി ഈ കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ട് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ ഞാൻ ആക്ച്വലി ഈ വണ്ടി ഓടിക്കാൻ കുറച്ച് വിമുഖത കാട്ടിയതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ കയ്യിലിരുന്ന വണ്ടി ഇതിൻ്റെ ഓണറിന് ഓടിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചു തുടങ്ങിയത്. ആൻഡ് മാൻ, ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണെന്ന്. അത് പറയാൻ കാരണമുണ്ട്. കാരണം വേഴ്സസ് 650 ഓടിച്ച സമയത്ത് ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കാരണം ഭയങ്കര ഹെവിയാണ്, ഭയങ്കര ടോളാണ്, എന്നെ പോലുള്ള ഷോർട്ട് ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഇറ്റ് ആക്ച്വലി ഗോസ് ഓൺലി ഇൻ ദ സ്ട്രേറ്റ് ലൈൻസ്, ഓഫ് റോഡ് എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കിയൊരു സമയത്താണ് വേഴ്സസ് 1000 ഞാൻ ആക്ച്വലി അതങ്ങ് മാറ്റി വെച്ചത്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഫൈനലി ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതൊരു വേറെ ലെവൽ ഓഫ് ബീസ്റ്റാണ്. ആ വണ്ടിയായിട്ട് ഒരു ബന്ധമില്ലെന്ന് തന്നെ വേണം പറയാൻ. ഇതിന് ബന്ധങ്ങൾ വേറെ മറ്റു പല വണ്ടികളുമായിട്ടാണ്. ആ ബന്ധത്തിലേക്കൊക്കെ നമുക്ക് വരാം. ഫസ്റ്റ് ഡിസൈൻ നോക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പുതിയ വേഴ്സസ് ആണ് എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് പഴയ വേഴ്സസുകളെക്കാളും. കാരണം പഴയ വേഴ്സസിന് ഒരു ഫ്ലാറ്റ് ഹെഡ്ലൈറ്റ് ആണ്, ഇതിന് കുറച്ചുകൂടെ കേവ് ആണ്. എനിക്ക് കുറച്ചുകൂടെ കേവി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇഷ്ടം ഒബ്വിയസ്ലി. പിന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒക്കെ റോഡ് ടയറിന് ഒരു പ്രൊഫൈലാണ് വരുന്നത്. ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ സൈസും ടയേഴ്സും എല്ലാം തന്നെ റോഡ് പ്രൊഫൈലാണ് വരുന്നത്. ആ ഫ്രണ്ട് ആ ബീക്കും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. വലിയൊരു വിൻസ്ക്രീൻ ഉണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ഒരു ബോക്ക് ബസ്റ്ററിന്റെ ഹാൻഡ് പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്. വേഴ്സസ് എഴുതിയിട്ടുണ്ട്. അവിടെ ടാങ്ക് ഒരു ഭീകര ടാങ്കാണ് ഇരിക്കുന്നത്, 19 liters ടാങ്ക്. ആൻഡ് ഈ എഞ്ചിൻ 999cc എഞ്ചിൻ എന്ന് പറയുന്നത് കവാസാക്കിയുടെ Z1000 എന്നാണ് ഡെവലപ്പ് ചെയ്തത്. അതായത് ഒരു മാരക വണ്ടിയാണ് ആ സാധനം. പ്രാന്ത് എന്ന് പറഞ്ഞാൽ പ്രാന്ത് വണ്ടി. ആ പ്രാന്ത് വണ്ടീൻ്റെ വേറെ ഒരു വേർഷനാണിത്. ഇതിന് ഡീറ്റ്യൂൺഡ് വേർഷൻ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ആ പ്രാന്തിനെ എടുത്തിട്ട് ബോട്ടം ആൻഡ് ടോർക്കിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണിത്. പിന്നെ ഇതിനകത്തൊരു ടൈറ്റാനിയം ഡെൽക്കവിക്കിൻ്റെ ഒരു എക്സോസ്റ്റ് വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഡെൽക്കവിക്കിൻ്റെ എക്സോസ്റ്റ് കേൾക്കുന്നത്. ആൻഡ് ഇറ്റ് സൗണ്ട്സ് മച്ച് സ്വീറ്റ്. ആക്ച്വലി നമ്മൾ ഓടിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ ശബ്ദവും ബഹളമൊക്കെ ഉള്ളൂ. പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നവുമില്ല, നമുക്ക് കേൾക്കാം. എന്താ പറയുക, ഹെഡ്ഫോൺ വെച്ച് വണ്ടി ഓടിക്കുന്ന പോലെയാണ്. പിന്നെ ഈ കാണുന്നത് ഒരു സോഫ സെറ്റാണ്. ഈ കാണുന്നത് നല്ല സ്പേസ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്കിരുന്ന് ലോങ് ഡിസ്റ്റൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ബൈക്കാണ്. പിന്നെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഇത്. വണ്ടീൻ്റെ മുകളിൽ ഇരുന്നിട്ട് തന്നെ നമുക്ക് റിയർ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കൂൾ ഫീച്ചർ. പിന്നെ റയർ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ടെയിൽ ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ റോഡ് 500 ടയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു സൂപ്പർ കോസ്റ്റ പോലത്തെ ടയർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സുഖം കിട്ടും. പക്ഷേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് അത്രത്തോളം സുഖം കിട്ടും തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാം, ഇറ്റ് മൈറ്റ് ബി എ ലിറ്റിൽ ബെറ്റർ. കാരണം ഇതിൻ്റെ ടോപ്പ് സ്പീഡ്സ് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഒരു സ്പോർട്സ് സ്റ്റോറിനെ വെച്ച് നോക്കുന്ന ഒരു സമയത്ത് അൺബിലീവബിൾ സ്പീഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. 240 ഒക്കെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ മുകളിൽ. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ടയർ കിട്ടിയാൽ കൊള്ളാമെന്നുള്ളൊരു ഫീൽ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് ജസ്റ്റ് കയറാം. വണ്ടി ഒട്ടും ഹൈറ്റ് ഉള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ടില്ലേ, നല്ലൊരു പ്ലാന്റഡ് ഫീൽ ഉണ്ട്. കൺസിഡറിങ് ദാറ്റ് ഇതിനൊരു ഭയങ്കര ഫ്ലാറ്റ് സീറ്റാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പവർ മോഡ് ബട്ടൺ കാണാം, ഹൈ ബീം ആൻഡ് ലോ ബീം കാണാം, ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാണാം, റീസെറ്റ് കാണാം, ഇൻഡിക്കേറ്റർ, ഹോൺ, കോഷൻ ലാമ്പൊക്കെ ഇവിടെ കാണാം. ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ചാണ്. ഈ ഒരു ഡയൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപരിച്ചുണ്ടോ? ഇത് Ninja H2 വരുന്ന ഡയലാണ്. അതും ഒരു 6000 RPM ഒക്കെ കഴിയുന്ന സമയത്തുണ്ടല്ലോ, ഭയങ്കര രസമാണ് കാണാൻ. അപ്പം നമുക്ക് വണ്ടി എടുക്കാം. ഓപ്പൺ റോഡുണ്ടോ? ഉണ്ടെങ്കിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ചുണ്ട്. എന്ത് സ്മൂത്തായിട്ടാണ് കയറിയതെന്നുണ്ടല്ലേ. ഇത് ഒരു ഇൻലൈൻ 4ൻ്റെ ക്യാരക്ടർ അല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. കാരണം ഈ ഒരു വണ്ടി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ടോർക്കിന് വേണ്ടിയിട്ടാണ്, കൂടുതൽ മിഡ് റേഞ്ച് പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഒരു ചാനലിൽ എപ്പോഴും ഓരോരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ട് ഇൻലൈൻ 4 ആക്ച്വലി മെൻ ഫോർ ടോപ്പ് ആൻഡ് റൈഡിങ്. അതായത് ശരിക്കും ടോപ്പ് എൻഡിൽ പിടിച്ച് ഓടിക്കുന്ന ഒരു സമയത്താണ് ഇൻലൈൻ 4ൻ്റെ ഒരു സുഖം കിട്ടുക. ഈ ഒരു വണ്ടി ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് എടുത്തൊരു സമയത്ത് ഞാൻ അത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്. അതായത് ചെറുതായിട്ടൊന്ന് ത്രോട്ടിൽ കൊടുത്ത് ക്ലച്ച് വിട്ട സമയത്ത് ഇതൊരു ചാട്ടം അങ്ങ് ചാടി എൻ്റെ സാറേ. അപ്പോഴാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത് ഇതിൻ്റെ ട്യൂണിങ് തന്നെ വേറൊരു രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ പോയി സ്പെക് ഷീറ്റ് നോക്കി, അപ്പോഴാണ് മനസ്സിലായത് ഇതിന് 100+ Nm ടോർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ
ടോർക്ക് ബാൻഡ് എന്ന് പറയുന്നത് ആ ഒരു ബോട്ടമെൻറ്റിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് വണ്ടി കയറുന്ന സമയത്താണ് വണ്ടീനെ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. അല്ലാതെ ടോപ്പ് എൻഡ് എത്തിയതിന് ശേഷം നമുക്കത് കൺസിസ്റ്റൻ്റായി പിടിച്ച് ഓടിക്കാനുള്ള വണ്ടിയായിട്ടല്ല ഇതിൻ്റെ എഞ്ചിൻ ട്യൂണിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത് കവാസാക്കിയുടെ Z1000 എന്ന് പറയുന്ന മാരക പ്രാന്തൻ ബൈക്കിൽ നിന്നുമാണ്. അപ്പം നോ വണ്ടർ എന്തുകൊണ്ടാണ് ഇതിനൊരു ഭയങ്കര ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയെന്നുള്ളത്. പിന്നെ ഇതൊരു ഇൻലൈൻ 4 എടുത്തതിന് ശേഷം ഒരു പാരലൽ ട്വിൻ്റെ ക്യാരക്ടർ ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നൈസ്. കാരണം ഈ ഒരു ഇങ്ങനത്തെ ഒരു ഹൈവേയിലൊക്കെ പോകുന്നൊരു സമയത്ത് നമുക്കൊരു 40 to 50 സ്പീഡ് മുതൽ ഒരു 240 വരെ തന്നെ നമുക്ക് ഒറ്റ ഗിയർ 6th ഗിയറിൽ മാത്രം നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു സുഖം. അത് എന്താ പറയുക, പാരലൽ ട്വിൻ്റെ ക്യാരക്ടറുള്ള ഒരു ഇൻലൈൻ 4ൻ്റെ ഒരു സുഖമാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല ടോർക്കാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആ ഡെൽക്കവിക്ക് നോക്കിക്കോളും. നമ്മളിങ്ങനെ ആ ഒരു എന്താ പറയുക എക്സോസ്റ്റും കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാമെന്നാണ് പറയുക. പിന്നെ ഇതിൻ്റെ ടൂറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇമ്മൻസ് ആണ്. എനിക്ക് അറിഞ്ഞൂടെ ഇതിന് ഒരു ദിവസം എത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന. ഒരു 100-400 കിലോമീറ്ററൊക്കെ ഈസി ആയിട്ട് ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു അനുമാനത്തിൽ ഒരു 1000 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് പുട്ടുപോലെ ചെയ്യാൻ പറ്റുന്നൊരു ഡിസ്റ്റൻസ് ആണ് ഈ ഒരു വണ്ടീൻ്റെ മുകളിൽ. പിന്നെ റൈഡിങ് എക്കണോമിക്സ് നല്ലതാണ്. ഇതൊരു സ്പോർട്സ് ടൂറിങ് കാറ്റഗറിയിൽ വരുന്നൊരു ബൈക്കാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു ടൂറിങ് മോട്ടോർ സൈക്കിളും അല്ല. പിന്നെ ഇതിനൊരു വലിയൊരു വിൻസ്ക്രീൻ വരുന്നുണ്ട്. അപ്പം അത് എനിക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യത്തിന് കാറ്റ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ ഓടിക്കുന്നത്. സ്പീഡിൽ നോക്കി ഓടിച്ചില്ലെങ്കിൽ കാറ്റ് പോകും, അത് വേറെ കാര്യം. പക്ഷേ മൊത്തത്തിൽ ഒരു വെന്റിലേഷൻ്റെ ഒരു കുറവുള്ള പോലെ ഒന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ നല്ല വൈഡാണ്. ആ ഒരു എന്താ പറയുക സ്റ്റോക്കായിട്ട് തന്നെ റൈസേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക നല്ലൊരു റൈഡിങ് പോസ്ചറാണ് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് അപ്രൈറ്റ് അല്ല. പിന്നെ ഈ ഒരു സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെപ്പോലെ ഒരാൾക്ക് 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഫ്രണ്ട് സീറ്റും 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന റെയർ സീറ്റുമാണ്. ശരിക്കും പറഞ്ഞാൽ 4 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന ഒരു കാറ് പോലത്തെ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഇല്ലീഗലാണ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ വേറൊരു സുഖമുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ്. ഭയങ്കര സ്ലീക്കാണ്. അതായത് ഒരു ഫോൾസ് ന്യൂട്രൽസോ അങ്ങനത്തെ ഒരു കാര്യം വരില്ല. അത് കവാസാക്കിയുടെ എഞ്ചിനീയറിംഗ് മികവ് തന്നെയാണ്. അതിനുള്ള വേറൊരു പോയിന്റും കൂടെ ഉണ്ട്. അതായത് ഇതിനകത്ത് നിന്നല്ല വേറെ ഏതൊരു വണ്ടിക്കാണെങ്കിലും കവാസാക്കിൻ്റെ എഞ്ചിനീയറിംഗിൽ ചെയ്യുന്നൊരു സംഭവമാണ് പോസിറ്റീവ് ന്യൂട്രൽ ഫൈൻഡർ എന്നൊരു സംഭവം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് അതൊരു ബോൾ ബെയറിംഗ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് വിത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അപ്പോൾ വണ്ടി ഓടുന്നൊരു സമയത്ത് ആ ബോൾസ് എല്ലാം തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് പുറത്തേക്ക് പോകും. ആൻഡ് ഇറ്റ് ലോക്സ് ന്യൂട്രൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിർത്തിയിട്ടൊരു സമയത്ത് ആ ബോൾ ബെയറിംഗ് എല്ലാം ഉള്ളോട്ടേക്ക് വരും, ലോക്കിംഗ് അതർ ഗിയേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി നിർത്തിയതിന് ശേഷം ഫേസ്റ്റ് ഗിയർ നിന്ന് സെക്കൻഡിലോട്ട് തട്ടുന്നൊരു സമയത്ത് ശരിക്കും സെക്കൻഡ് അല്ല വരിക, ന്യൂട്രലിലേക്ക് തന്നെ വീഴും, ബ്ലോക്കിംഗ് ദ സെക്കൻഡ്. ഇനിയല്ല വണ്ടി ഓടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൊണ്ട് ആ ബോൾ ന്യൂട്രലാണ് ലോക്ക് ചെയ്ത് പിടിക്കുന്നത്. അപ്പം സെക്കൻഡ് ഗിയറിലേക്ക് വീഴും. ആൻഡ് കവാസാക്കിയുടെ എല്ലാ വണ്ടികളിലും ഉള്ളൊരു സ്മൂത്ത്നെസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞ ഗിയർ ഷിഫ്റ്റിംഗ് ഭയങ്കര ഈസിയാണ്, ഭയങ്കര സ്മൂത്താണ്. നമ്മൾ ഡുക്കാട്ടി ഓണേഴ്സൊക്കെ എന്താ പറയുക 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഒരു ന്യൂട്രൽ കാണുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുന്നൊരു സമയത്ത് ഇത് ഭയങ്കര നൈസ് ഫീച്ചറായിട്ട് തോന്നി. ബാക്കി ഒരു വണ്ടിക്കാരും എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അത് പേറ്റൻറ്റഡ് ആണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് കൊള്ളാം. ഫ്രണ്ട് ബ്രേക്ക് മോശമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്കിംഗ് പവർ ഉണ്ട്. പക്ഷേ റിയർ ബ്രേക്ക് എനിക്ക് അത്രത്തോളം തോന്നിയില്ല. വാട്ട് മാൻ, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുക? വണ്ടി കയറുമ്പോൾ വേറൊരു ഫീലാണ്. പിന്നെ സസ്പെൻഷൻ എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. റിയർ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ടയറിൻ്റെ ഗ്രിപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മിഷ്ലിൻ റോഡ് 5 എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം ഒരു എന്താ പറയുക ഒരു 600cc കാറ്റഗറീൻ്റെ മേലേക്ക് വരുന്ന സമയത്ത് ഞാൻ അത്രത്തോളം സജസ്റ്റ് ചെയ്യുന്ന ഒരു ബൈക്കല്ല. ഇഫ് ഇറ്റ്സ് ഫോർ ടോറിങ് യു ക്യാൻ യൂസ് ഇറ്റ്. ഭയങ്കര ലൈഫാണ് ഈ ഒരു ടയറിന്. പക്ഷേ അതർവൈസ് കുറച്ചുകൂടെ പുഷ് ചെയ്ത് ഓടിക്കണം എന്നുണ്ടെങ്കിൽ മെറ്റ്സ്ലർ അല്ലെങ്കിൽ പിറലി ഏതെങ്കിലും മോഡലിലേക്ക് നോക്കണം. വണ്ടി ഇത്തിരി ലോങ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ ദിസ് ഇസ് കൈൻഡ് ഓഫ് ബൈക്കുകളുടെ ഇന്നോവ പോലെയാണ്. ഞാൻ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. ഒരു ഇന്നോവ പോലെയാണ് ഇത് ഓടുന്നത്. ഇവിടുത്തെ ക്യാച്ചസ് ഞാൻ ഈ ഒരു ബൈക്കിനെ വിളിക്കുന്നൊരു പേരുണ്ട്. അതായത് ഇതിൻ്റെ 2 ബൈക്ക് സിസ്റ്റേഴ്സിനെയും വിളിക്കുന്നൊരു പേരുണ്ട്, വേർട്ടിക്കൽ സിസ്റ്റേഴ്സ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഇതിൻ്റെ മുകളിൽ ചെയ്താലും, അതായത് എത്ര നല്ല ടയർ ഇട്ടാലും ഈ വണ്ടികൾ നമുക്ക് കോർണർ ചെയ്യാൻ പറ്റില്ല. ലീനിയ എന്ന് പറയുന്ന ഒരു കാര്യം ഇതിന് മുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു S1000 XRൻ്റെ കൂടെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് XR പുട്ടുപോലെ പറന്നു പോയത്. ആ ഒരു ഇതിൽ
ഇത് 200 to 220 ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കോർണർ XR അങ്ങ് എടുത്തു പോയി. അപ്പോഴാണ് XRൻ്റെ ഹാൻഡ്ലിങ് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ ഇതങ്ങനെയല്ല. ആ ഒരു സ്പീഡ് പോകുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മളൊരു 150 ആ ഒരു ലെവലിലേക്ക് വന്നാലും ലോങ് സ്വീപ്പിംഗ് കോർണർ എടുക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ ടൈറ്റർ കോർണറാണെങ്കിൽ 120 വരണം. അപ്പം എന്തൊക്കെ ചെയ്താലും ഇത് സ്ട്രെയിറ്റ് ലൈനിൽ പോകാനുള്ളൊരു വണ്ടിയാണ്, കോർണർ ചെയ്യാൻ പറ്റിയ വണ്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ വെർട്ടിക്കൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഫോർ ദാറ്റ് മാറ്റർ ഇതിനെ ഓഫ് റോഡ് ചെയ്യാനും പറ്റില്ല. നിങ്ങളിപ്പോൾ 650 നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരുപാട് വേഴ്സസ് 650 ഓണേഴ്സ് ആദ്യം വണ്ടി വാങ്ങിച്ചിരുന്നത് ആ വണ്ടിക്ക് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് അസ്യൂം ചെയ്തിട്ടായിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാൻഡ് സെയിൽസിൽ ആ ഒരു വണ്ടി ഒരുപാട് വരാനുള്ള കാരണം അത് തന്നെയായിരുന്നു. കാരണം ആ വണ്ടിക്ക് ഓഫ് റോഡ് കേപ്പബിൾ അല്ല. കയറുന്നൊരു സമയത്ത് നമുക്ക് മനസ്സിലാവും അത് വെർട്ടിക്കൽ സിസ്റ്റമാണ്. നമ്മളത് റോട്ടിൽ നേരെ ഓടിക്കാൻ മാത്രമേ അത് പറ്റുള്ളൂ. വേറെ ഒരു രീതിയിലുള്ള കൗണ്ടർ സ്റ്റിയറിങ്ങിനോ അക്രമത്തിനോ ഒന്നും നിൽക്കരുത്. ഈ ഒരു ബൈക്ക് ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എക്സ്ഷോറൂം എന്ന് പറയുന്നത് 15 to 16 lakh എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ റോഡ് വരുന്ന സമയത്ത് 20 lakh വരെ ആയിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് ആൾക്കാരായിരിക്കും എന്നാൽ പിന്നെ നിഞ്ച എടുത്തോലെ അല്ലെങ്കിൽ 10R എടുത്തോടെ എന്ന് തോന്നും. അപ്പം സ്പോർട്സ് സ്റ്റോറിങ് ചെയ്യേണ്ട ആൾക്കാരാകുമ്പോൾ നേരെ പോയി നിഞ്ച എടുക്കും. നിഞ്ച എടുത്തപ്പം ചില ആൾക്കാർ നിഞ്ചയിൽ സാറ്റിസ്ഫൈഡാണ്. പക്ഷേ എൻ്റെ പല ഫ്രണ്ട്സും നിഞ്ച വാങ്ങിച്ചു വരുന്നത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ പിന്നെ ഓടിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റൈഡിനൊക്കെ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ZX-10Rൻ്റെ കൂടെയാണ്. ZX-10Rൻ്റെ കൂടെ നിഞ്ച ഓടിക്കുന്ന സമയത്ത് അണ്ടർ പവർഡായിട്ട് ഫീൽ ചെയ്യും. പിന്നെ അവർ വേറെ ഒന്നുകിൽ 10Rലേക്ക് പോകും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജാപ്പനീസ് ലീറ്റർ ക്ലാസ്സിലേക്ക് പോവുകയാണ് പതിവ്. അപ്പം ടൂറിങ് പിന്നെ നടക്കുന്ന ഒരു സാധ്യത കാണാറില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ബുക്സിനകത്ത് നിഞ്ച 1000-നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൂറാണിത്. എനിഡേ കംഫർട്ടബിൾ എക്കണോമിക്സ്, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ലോങ്ങറായിട്ട് പോകാൻ പറ്റും. പിന്നെ ഇതൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. 270+ kg ഉണ്ട്. ഇതിനകത്ത് ഒരു വെയിറ്റേ ഫീൽ ചെയ്യുന്നില്ല. ഇതൊരു എന്താ പറയുക, ഒരു 600cc മാനേജ് ചെയ്യുന്ന പോലെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. കാരണം എനിക്ക് തോന്നുന്നു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഭയങ്കര താഴെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബൈക്ക് ഇത്ര ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ പറയുന്ന ഒരു സ്പോർട്സ് സ്റ്റോറിംഗ് ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ BMWൻ്റെ S1000 XR ആണ്. അതൊരു ബ്യൂട്ടി ബൈക്കാണ് ഇൻ എവറി മാനർ. ഓടിക്കാനും കാണാനും ഡൈനമിക്സും. പിന്നെ അതൊരു RR ഓൺ ടൂറിംഗ് മോഡാണ്. അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. ആൻഡ് ദെൻ BMW കംസ് വിത്ത് ഇറ്റ്സ് ഓൺ ബെനിഫിറ്റ്സ് ആൻഡ് പ്രോബ്ലംസ്. ഇഫ് യു നോ. ഓപ്പൺ റോഡ്. ആ ഡയലൊക്കെ മിന്നുന്ന കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇതിനൊരു വലിയൊരു ടാങ്കാണ് വരുന്നത്. ഇതിൻ്റെ ടൂറിംഗ് കേപ്പബിലിറ്റീസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈലേജ് ഒരു 20 km/l ഒക്കെ കിട്ടും. ഒരു ഡീസൻ്റ് ആയിട്ട് 120 ആ ഒരു റേഞ്ചിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ. അപ്പം നല്ലൊരു ടാങ്ക് റേഞ്ച് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ആനുവൽ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10K to 15K ആണ്. പിന്നെ കവാസാക്കിയാണ്. ചില നേരത്ത് ഷെഡ്ജം ഗിയറും അതും ശ്രദ്ധിക്കണം. ബട്ട് നോട്ട് ആസ് ബാഡ് ആസ് എ BM-ന് അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്നൊരു സമയത്ത് കവാസാക്കി കുറച്ചുകൂടെ അഫോർഡബിൾ മെയിൻ്റനൻസ് ആണ് എന്ന് വേണം പറയാൻ. അപ്പം അത്രയാണ് ഈ ഒരു ബൈക്കിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു സ്പോർട്സ് സ്റ്റോറിംഗ് ബൈക്കാണെന്ന് ഞാൻ അറിയാതെയാണ് ഇത്രയും കാലം ഇരുന്നത്. കാരണം ഓടിച്ചില്ല, അതാണ് മെയിൻ കാരണം. പിന്നെ ഓടിച്ചു തുടങ്ങിയപ്പം ഇപ്പം ഓടിച്ചിട്ട് നിർത്താനും പറ്റുന്നില്ല. അത് ബ്രേക്കില്ലാത്തതുകൊണ്ടല്ല, ഇതിനുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പം അത്രയാണ് നമ്മുടെ വേഴ്സസ് 1000 വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ.